ഡോക്ടർ അംബേദ്കർ തന്റെ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന് പറയുന്ന ജാതി നിർമൂലനം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ എഴുതിയത് ഹിന്ദുക്കൾ ആരാലും തകർക്കാൻ കഴിയാത്ത ജാതി കോട്ടകളിൽ കിടന്ന് അദ്ദേഹം പറയുന്നത് ഈ ജാതി കോട്ടകളുടെ സവിശേഷത എന്ന് പറയുന്നത് അതിന്റെ ഭിത്തികളെ ആർക്കും തകർത്ത് ഉള്ളിലേക്ക് കടക്കാൻ പറ്റില്ല, അതിൽ കഴിയുന്നവർക്ക് അതിന്റെ ഭിത്തികൾ തകർത്ത് പുറത്തു വരാനും പറ്റില്ല. മതം മാറാൻ എളുപ്പമാണ്, പക്ഷെ ജാതി മാറാൻ സാധ്യമല്ല. അത്രമാത്രം കടുത്ത ജാതി കോട്ടകളിൽ കിടന്ന് വെളിച്ചം കാണാതെ ശ്വാസം കിട്ടാതെ വീർപ്പ് മുട്ടി പിടഞ്ഞ് മരിച്ചു പോകും, ഇല്ലാതാകും എന്നായിരുന്നു ഡോക്ടർ അംബേദ്കർ എഴുതിയത്. അത് വെറുതെ എഴുതിയതല്ല, അദ്ദേഹത്തിന്റെ സ്വന്തം ജീവിത അനുഭവങ്ങളുടെ, ഉരുകിത്തിളയ്ക്കുന്ന ജീവിതാനുഭവങ്ങളുടെ പ്രതികരണമാണത്. അത് ഒരു കാലഘട്ടത്തിലെ ഹിന്ദു സമൂഹത്തിന്റെ സ്ഥിതി മനസ്സിലാക്കിയാൽ വസ്തുനിഷ്ഠമായ ഒരു നിരീക്ഷണമാണത്. അപ്പൊ അത്തരം ഒരു പരിതസ്ഥിതിയിൽ, അത്തരം ജീർണതയിൽ ആണ്ടുപോയ ഒരു ഹിന്ദു സമൂഹം ഇന്ന് നിലനിൽക്കുന്നു, ഇന്ന് നിവർന്നു നിൽക്കുന്നു, ഇന്ന് അങ്ങേയറ്റത്തെ ഉണർവോടുകൂടി ആവേശത്തോടുകൂടി നിലനിൽക്കുന്ന ഒരു പരിവർത്തനം സംഭവിച്ചു. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയൊട്ടാകെ ഈ പരിവർത്തനത്തിന് നേതൃത്വം കൊടുത്തതും ആഹ്വാനം കൊടുത്തതും മുന്നിൽ നിന്ന് നയിച്ചതും പിന്നിൽ നിന്ന് സമൂഹത്തെ മുന്നോട്ട് തള്ളിയതുമെല്ലാം ആധ്യാത്മിക ആചാര്യന്മാരായിരുന്നു, സന്യാസി ശ്രേഷ്ഠന്മാരായിരുന്നു. ചട്ടമ്പി സ്വാമികളുടെ 150-ാം ജന്മവാർഷികം പന്മനയിൽ നടക്കുമ്പോൾ അത് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചത് ജഗദ്ഗുരു മാതാ അമൃതാനന്ദമയി ദേവിയായിരുന്നു. അപ്പൊ അമൃതാനന്ദമയി ദേവി അവിടെ ചട്ടമ്പി സ്വാമിയെ വിശേഷിപ്പിച്ച ഒരു വാക്കുണ്ട്, അദ്ദേഹം ഒരു ആത്മീയ വിപ്ലവകാരിയായിരുന്നു എന്ന്. ഈ വിപ്ലവകാരി എന്നുള്ള വാക്ക് ആരുടെ കൂടെയാണ് ഏറ്റവും കൂടുതൽ ചേർക്കപ്പെട്ടിട്ടുള്ളത്, പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാം. പക്ഷെ അവരാരും കേരളത്തിൽ യാതൊരു വിപ്ലവവും കൊണ്ടുവന്നിട്ടില്ല. അവരാരുമല്ല കേരളത്തിൽ ഈ നവോത്ഥാനം, കേരളത്തിൽ ഈ സമാജ പരിവർത്തനം സൃഷ്ടിച്ചത്. അത് സൃഷ്ടിച്ചത് അവര് പിന്തിരിപ്പൻ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച് സമൂഹത്തിൽ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ച കാവി ഉടുക്കാത്ത സന്യാസി ശ്രേഷ്ഠന്മാരാണ്. ഇങ്ങനെ രണ്ടുപേരും ഉണ്ട്, രണ്ടു കൂട്ടരുണ്ട്. അങ്ങനെയുള്ള ആധ്യാത്മിക ആചാര്യന്മാരായിരുന്നു കേരളത്തിൽ സാമൂഹ്യ പരിവർത്തനം കൊണ്ടുവന്നത്. അയ്യാ വൈകുണ്ഠസ്വാമികൾ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 1830-കളിൽ സമത്വ സമാജം എന്ന് പറഞ്ഞ ഒരു സംഘടന ഉണ്ടാക്കി. ഈ സമത്വം എന്ന് പറയുന്ന ഒരു ആശയം സോഷ്യലിസം വന്നതിന് ശേഷം ഉണ്ടായതല്ല, അത് ഹിന്ദു സമൂഹത്തിന്റെ ആധ്യാത്മിക സത്തയുടെ കേന്ദ്രബിന്ദുവാണ്. ആ സമത്വത്തെ വെച്ച് സമത്വ സമാജം എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കി. നമ്മള് കൊട്ടിഘോഷിക്കപ്പെട്ട അറിയുന്ന സമൂഹ പന്തിഭോജനമൊക്കെ നടക്കുന്നതിന് 100 വർഷത്തോളം മുന്നിൽ അദ്ദേഹം സമപന്തി ഭോജനം എന്ന പരിപാടി നടപ്പാക്കി. അപ്പോ അയ്യാ വൈകുണ്ഠസ്വാമികളിൽ തുടങ്ങി ശ്രീനാരായണ ഗുരുദേവന്റെ നേതൃത്വത്തിൽ മുന്നോട്ട് വന്ന് ചട്ടമ്പി സ്വാമികൾ അതിന്റെ ആന്തരികമായ ശക്തിയായി പ്രവർത്തിച്ച്, അതുപോലെ ശുഭാനന്ദ ഗുരുദേവനെ പോലെയുള്ള ആളുകൾ, അങ്ങനെ നിരവധി ആധ്യാത്മിക ആചാര്യന്മാരായിരുന്നു ഈ സാമൂഹ്യ പരിവർത്തനത്തിന് നേതൃത്വം കൊടുത്തത് കേരളത്തിൽ.